വടാട്ടുപാറയിലെ മാത്യുവിൻ്റെ വീട്. ഉച്ചക്ക് 11 മണിയായിട്ടും റബ്ബർ പാൽ എടുക്കാൻ പോയ ഭാര്യ മേരിയെ കാണാതായപ്പോൾ മാത്യുവിന് പരിഭ്രമമായി. പേരക്കുട്ടിയോട് അന്വേഷിച്ചപ്പോൾ മുത്തശ്ശി നേരത്തെ തോട്ടത്തിലേക്ക് പോയതാണെന്ന് മറുപടി ലഭിച്ചു. മാത്യു തോട്ടത്തിലേക്ക് നടന്നു. കുറച്ചു ദൂരമപ്പുറം റബ്ബർ മരങ്ങൾക്കിടയിൽ കമിഴ്ന്നു കിടക്കുന്ന ഒരു സ്ത്രീരൂപം. ഓടിച്ചെന്ന് നോക്കിയ മാത്യു കണ്ടത് കഴുത്തിൽ നിന്നും ചോര വാർന്ന് തണുത്തുറച്ച് കിടക്കുന്ന തൻ്റെ പ്രിയതമയെയാണ്. നിലവിളി കേട്ട് നാട്ടുകാരും പോലീസും ഓടിയെത്തി. സിഐയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘവും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി. കഴുത്തിലെ ആഴത്തിലുള്ള മുറിവ് കണ്ടപ്പോൾ തന്നെ ഇതൊരു കൊലപാതകമാണെന്ന് വ്യക്തമായി. ആ പ്രദേശത്തെ വീണുകിടന്ന ഉണങ്ങിയ റബ്ബർ ഇലകളും നാട്ടുകാരുടെ കാൽപ്പാടുകളും തെളിവ് ശേഖരിക്കുന്നതിന് പോലീസിന് വെല്ലുവിളിയായി. തുടർന്നാണ് ഡോഗ് സ്ക്വാഡിനെ രംഗത്തിറക്കിയത്. മേരിയുടെ ശരീരത്തിൽ നിന്നും മണം പിടിച്ച പോലീസ് നായ ഓടിയെത്തിയത് മാത്യുവിൻ്റെ തന്നെ വീട്ടിലെ അടുക്കളയിലേക്കാണ്. അല്പനേരം അവിടെ ഇരുന്ന ശേഷം നായ തോട്ടത്തിലെ കുറുക്കുവഴിയിലൂടെ മെയിൻ റോഡിൽ ഒരു വീടിന് മുന്നിൽ പോയി കിടന്നു. ആ വീട് മറ്റാരുടേതും ആയിരുന്നില്ല. മാത്യുവിൻ്റെ വീട്ടിൽ റബ്ബർ വെട്ടുകാരനായ മുഹമ്മദിൻ്റേതായിരുന്നു. മാത്യുവിന് അപ്പോഴും സംശയമില്ലായിരുന്നു. കാരണം വർഷങ്ങളായി മുഹമ്മദ് അവിടെ ജോലി ചെയ്യുന്നു. മുഹമ്മദ് രാവിലെ ഇവിടെ വന്നിരുന്നു. കറയെടുക്കാൻ ചേച്ചിയോട് പറഞ്ഞിട്ടാണ് അവൻ ടൗണിലേക്ക് പോയതെന്ന് മാത്യു മൊഴി നൽകി. എന്നാൽ നാട്ടുകാരിൽ നിന്നും മുഹമ്മദിനെ കുറിച്ച് ലഭിച്ച വിവരങ്ങൾ വിചിത്രമായിരുന്നു. മുഹമ്മദിന് ഒരു ഇരട്ടപ്പേരുണ്ട്, പുളിസീൻ കാക്ക. പുറമേ കാണുന്ന മാന്യതക്കപ്പുറം സ്ത്രീകൾ കുളിക്കുന്നത് ഒളിഞ്ഞു നോക്കുന്ന ശീലമുണ്ടായിരുന്നു അയാൾക്ക്. കൂടാതെ അയാൾ ഇടയ്ക്കിടെ മൗനവ്രതം ആചരിക്കുകയും ആഭിചാര കർമ്മങ്ങളിൽ താല്പര്യം കാണിക്കുകയും ചെയ്തിരുന്നു. മുഹമ്മദിനെ കണ്ടെത്താൻ പോലീസ് വലവിരിച്ചു. ടൗണിലെ ഒരു ഹാർഡ്വെയർ കടയിൽ അയാൾ എത്തിയതായി വിവരം ലഭിച്ചു. അവിടെ നിന്നും പണ്ടാര സിറ്റിയിലേക്കുള്ള ബസ്സിൽ കയറിയ മുഹമ്മദിനെ പോലീസ് വഴിയിൽ തടഞ്ഞു, കസ്റ്റഡിയിലെടുത്തു. സിഐയുടെ ഒറ്റ ചോദ്യം: മുഹമ്മദ്, നീ എത്ര തവണയാണ് ആ കഴുത്തിൽ കുത്തിയത്? മുഹമ്മദ് വിറച്ചുപോയി. ഒടുവിൽ അയാൾ കുറ്റം സമ്മതിച്ചു. യാതൊരു പ്രകോപനവുമില്ലാതെ റബ്ബർ തോട്ടത്തിൽ ഒറ്റയ്ക്കു കണ്ട മേരിയെ അയാൾ കഴുത്തിൽ കുത്തി കൊല്ലുകയായിരുന്നു. മുഹമ്മദിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ഞെട്ടിക്കുന്ന സത്യങ്ങൾ പുറത്തു വന്നത്. വീടിനുള്ളിൽ ഒരു പ്രത്യേക മുറിയിൽ പൂജാപുഷ്പങ്ങളും കവടിപ്പലകയും തലകൾ മാത്രമുള്ള പാവകളും ഒരു പാത്രത്തിൽ ചുവന്ന ദ്രാവകവും പോലീസ് കണ്ടെത്തി. ഭിത്തിയിലെ കലണ്ടറിൽ 3 തീയതികൾ വട്ടമിട്ട് വെച്ചിരിക്കുന്നു. ആഭിചാര കർമ്മങ്ങളിലൂടെ ശക്തി നേടാൻ തനിക്ക് സ്ത്രീകളുടെ രക്തം വേണമെന്ന് അയാൾ വെളിപ്പെടുത്തി. ഇത് 3ാമത്തേതാണ്. ഇനി 4ാമത്തേതിനായുള്ള കാത്തിരിപ്പിലായിരുന്നു ഞാൻ എന്നയാൾ പറഞ്ഞപ്പോൾ പോലീസുകാർ പോലും സ്തംഭിച്ചുപോയി. 4 സ്ത്രീകളെ കൊന്ന് അമരത്വം നേടുക എന്നതായിരുന്നു മുഹമ്മദിന്റെ ഭ്രാന്തമായ ലക്ഷ്യം. ഇതിനു മുമ്പ് നടന്ന കൊലപാതകങ്ങളെക്കുറിച്ച് സൂചന ലഭിച്ചെങ്കിലും മതിയായ തെളിവുകളുടെ അഭാവം പോലീസിന് തിരിച്ചടിയായി. എന്നാൽ മേരിയുടെ കൊലപാതകത്തിൽ ശാസ്ത്രീയ തെളിവുകൾ മുഹമ്മദിനെ കുടുക്കി. വിശ്വാസത്തിൻ്റെയും ഭക്തിയുടെയും മറവിൽ ഒരു സീരിയൽ കില്ലർ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് വട്ടാടുപ്പാറ തിരിച്ചറിഞ്ഞത് അന്നു മാത്രമാണ്. നിയമത്തിനു മുന്നിൽ അയാൾക്ക് അർഹമായ ശിക്ഷ തന്നെ ലഭിക്കുകയും ചെയ്തു. മനുഷ്യന്റെ അന്ധവിശ്വാസം എത്രത്തോളം ക്രൂരമാകാം എന്നതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് ഈ സംഭവം. നമ്മുടെ ചുറ്റുമുള്ളവരെ എപ്പോഴും ശ്രദ്ധയോടെ വീക്ഷിക്കണമെന്ന പാഠമാണ് വടാട്ടുപാറയിലെ ഈ രക്തക്കറ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്.